ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ സെറ്റിങ്സുകളെക്കുറിച്ചും പ്രിഫറൻസിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ റോ ഫിൽറ്ററിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാൻ പോകുന്നത്. റോ ഫിൽറ്ററിൽ വലതുഭാഗത്തായിട്ടാണ് എഡിറ്റിംഗ് പാനലുകളും അതേപോലെ ടൂൾസും ഹിസ്റ്റോഗ്രാമും ഒക്കെ ഉള്ളത്. ഇതിലേറ്റവും മുകളിൽ കാണുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിന് തൊട്ട് താഴെ ക്യാമറ ഡീറ്റെയിൽസ് കാണാം. അതിൽ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ഫോക്കൽ ലെങ്ത്ത്, ISO ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയാണ് എഡിറ്റ് പാനലുകൾ വരുന്നത്. എഡിറ്റ് സെക്ഷനിൽ വലതുഭാഗത്ത് 2 ബട്ടൺസ് കാണാം. ഒന്ന് ഓട്ടോയും ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും. നമ്മൾ ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പടത്തിന് ആവശ്യമായ സെറ്റിങ്സുകൾ ഓട്ടോമാറ്റിക്കായി അപ്ലൈ ആവുന്നതാണ്. എല്ലായ്പ്പോഴും അത് 100% ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഒരു 80% വരെ പലപ്പോഴും അത് റെഡി ആവാറുണ്ട്. ഫസ്റ്റ് ടൈം നമ്മളൊരു പടം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രൊഫൈൽ സെക്ഷനിൽ വലതുഭാഗത്ത് ബ്രൗസ് പ്രൊഫൈൽസ് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പ്രീസെറ്റ് പ്രൊഫൈൽസ് ഇവിടെ ഉണ്ടാവും. ഒന്നാമത്തത് അഡോബിയുടെ കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്. അഡോബി കളർ, അഡോബി മോണോക്രോം, അഡോബി ലാൻഡ്സ്കേപ്പ്, അഡോബി ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്. നമ്മൾ ഓരോ പ്രീസെറ്റിൻ്റെ മുകളിൽ മൗസ് കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കാണാവുന്നതാണ്. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ ക്യാമറ മാച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം. അതിലാണ് നമ്മുടെ ക്യാമറയിലുള്ള എല്ലാവിധ പ്രൊഫൈലുകളും ഉണ്ടാവുക. നമ്മുടെ ക്യാമറയിൽ എന്തൊക്കെ പ്രൊഫൈൽസ് ഉണ്ടോ അത് മൊത്തം ഇവിടെ ഉണ്ടാവും. ഓരോ ക്യാമറയ്ക്ക് അനുസരിച്ച് അതിന് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതിൽ കൊടുത്തിരിക്കുന്ന പേരുകൾക്കും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സ്ഥിരമായി എടുക്കുന്ന പ്രൊഫൈലുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന് വലത്തെ ഭാഗത്ത് മുകളിലൊരു ചെറിയൊരു സ്റ്റാർ ചിഹ്നം കാണാം. ആ സ്റ്റാർ ഒന്ന് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേവറേറ്റ്സിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ലൈറ്റ് എന്ന് പറയുന്ന മോഡും ന്യൂട്രലും പോർട്രേറ്റും ഞാൻ ഫേവറേറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് ഫേവറേറ്റ് സെക്ഷനിൽ അത് കാണാവുന്നതാണ്. ഇതിൽ അഡോബി കളർ ഞാൻ ഫേവറേറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ ലൈറ്റ്, ന്യൂട്രൽ, പിന്നെ പോർട്രേറ്റ്, പിന്നെ വിൻറ്റേജ് സ്റ്റൈല്, ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ 2 പ്രൊഫൈൽ കൂടി ഞാൻ അതിൽ ഫേവറേറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ അഡോബ്രോയും ക്യാമറ മാച്ചിങ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആർട്ടിസ്റ്റിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോഡേൺ, വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് 4 സെറ്റ് പ്രൊഫൈലുകൾ കൂടിയുണ്ട്. ഇതൊക്കെ നമുക്ക് കളർ ഗ്രേഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബേസ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഏതെങ്കിലും പ്രൊഫൈലുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ആവശ്യമുള്ള ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ വലത്ത് ഭാഗത്ത് സ്റ്റാർ ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്ത് മാറ്റി വെക്കാം. JPG ഫയൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ റോ ഇമേജുകൾക്ക് കണ്ട പോലെയുള്ള പ്രൊഫൈലുകൾ നമുക്ക് ഇതിൽ കിട്ടില്ല. ഇത് ഓൾറെഡി എല്ലാ പ്രൊഫൈലുകളും അപ്ലൈ ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുത്ത പടങ്ങളാണ്. അപ്ലൈ ആവുന്ന പ്രൊഫൈലുകൾ ഈ ബേസിക്കിൽ കളറും മോണോക്രോമും മാത്രമേ ഉള്ളൂ. അതുപോലെ താഴെയുള്ള ആർട്ടിസ്റ്റിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോഡേൺ, വിൻറ്റേജ് എന്ന് പറഞ്ഞ പ്രൊഫൈലുകൾ നമുക്ക് ഏത് JPG ഇമേജിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാമറയിൽ സെലക്ട് ചെയ്യുന്ന പ്രൊഫൈലുകളും കാര്യങ്ങളും ഒന്നും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ന്യൂട്രൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ബാക്ക് വന്നു. ഇവിടെ ക്യാമറ ന്യൂട്രൽ എന്നുള്ളത് സെലക്ട് ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ച പ്രൊഫൈലുകളെല്ലാം നമുക്കിവിടെ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ പ്രൊഫൈൽ സെറ്റിങ്ങിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം അടുത്തത് ബേസിക് പാനലിൽ വരിക എന്നുള്ളതാണ്. ബേസിക് പാനലിലാണ് നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ട എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്. ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബേസിക് പാനലിലുള്ള കറക്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോ ക്ലിക്ക് ചെയ്യുന്നില്ല എന്ന് കരുതിയാൽ നമുക്ക് മാനുവലി എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഓരോരുത്തരെയും താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പൊതുവേ ഞാൻ ചെയ്യാറ് ഫസ്റ്റിലെ ഓട്ടോ കറക്ഷൻ കൊടുത്തിടും. ഓട്ടോ കറക്ഷൻ കൊടുത്തിടുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ആ പിക്ചറിന് വേണ്ട രീതിയിലുള്ള ഒരു കറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ലൈ ആവും. എന്നതിന് ശേഷം അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാറാണ് ഞാൻ പതിവ്. അതെന്നെ പിന്തുടരണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഓട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പോഷർ തൊട്ട് ഇവിടെയുള്ള സാച്ചുറേഷൻ വരെയുള്ള ഇത്രയും കാര്യങ്ങൾക്കാണ് ഇത് അപ്ലൈ ആവുക. പക്ഷേ അതിൽ വൈറ്റ് ബാലൻസ് ഒരിക്കലും ഓട്ടോയിൽ അപ്ലൈ ആവില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് ബാലൻസ് നമുക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വൈറ്റ് ബാലൻസ് ഇപ്പം കിടക്കുന്നത് ആ ഷോട്ടിലാണ്. നമ്മൾ ഫോട്ടോ എടുത്ത സമയത്ത് ക്യാമറയിൽ എന്താണോ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തത് അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിതിൽ ഓട്ടോ ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്, ക്ലൗഡി ഉണ്ട്. അത് നമ്മുടെ ക്യാമറയിലുള്ള എന്തൊക്കെ പ്രീസെറ്റുകളാണോ ആ പ്രീസെറ്റുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ക്യാമറയിൽ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ടിൻറ്റും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈറ്റ് ബാലൻസ് സെക്ഷനിൽ വലത്തേ അറ്റത്ത് ഒരു ഐ ഡ്രോപ്പർ ടൂൾ കാണാം.
അതായത് വൈറ്റ് ബാലൻസ് ടൂൾ എന്നാണ് അതിന് പറയുന്ന പേര്. നമ്മളെ ഫോട്ടോഷോപ്പിൽ ഐ ഡ്രോപ്പർ ടൂൾ പോലെ തന്നെയുള്ള ഒരു ടൂളാണ്. ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഈ വൈറ്റ് ബാലൻസ് ടൂൾ പിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഫോട്ടോയിലുള്ള ഏതെങ്കിലും ന്യൂട്രൽ കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പടത്തിലുള്ള കണ്ണിൽ ജസ്റ്റ് വൈറ്റ് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പം 2-3 ക്ലിക്കുകൾ നമുക്ക് വേണ്ടി വരും, ഏകദേശം നമുക്ക് ഈക്വലാകുന്ന രീതിയിലുള്ള ഒരു ടോണിലേക്ക് എത്തിക്കാൻ. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ടെമ്പറേച്ചറിൽ വരിക, കെൽവിനിൽ വരിക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ നമുക്ക് വേണ്ട ബാലൻസിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമ്മളതിൻ്റെ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ട പാനലുകളാണ്. അത് നമ്മൾ ഓട്ടോ കൊടുത്തിട്ടത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിൽ കുറച്ച് സെറ്റിങ്സ് അപ്ലൈ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അത് നമ്മുടെ പടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ പടത്തിനനുസരിച്ച് എന്താണോ വേണ്ടത് ആ രീതിക്ക് ചെയ്യാം. അതിനൊന്നും ഒരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ പടത്തിന് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യാം. ഈ ഫസ്റ്റ് സെക്ഷനിൽ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോ, വൈറ്റ്, ബ്ലാക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത സെക്ഷനിൽ വരുന്നത് ടെക്സ്ചർ, ക്ലാരിറ്റി, ഡീഹേസ്. ലാസ്റ്റ് സെക്ഷനിൽ വൈബ്രൻസ്, സാച്ചുറേഷൻ. ഇതിൽ ടെക്സ്ചറും ക്ലാരിറ്റിയും ഡീഹേസും ഈ 3 കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് വളരെ ഉപകരിക്കുന്ന 3 കാര്യങ്ങളാണ് ഈ ടെക്സ്ചർ, ക്ലാരിറ്റി, ഡീഹേസ്. ടെക്സ്ചറിൻ്റെ സ്ലൈഡർ +100ലേക്ക് കൊണ്ടുവന്നു, മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ -100ലേക്കും കൊണ്ടുവന്നു. -100 പിക്ചർ മൊത്തം സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ +100 നന്നായിട്ട് ടെക്സ്ചറിങ് നന്നായിട്ട് അപ്പ് ചെയ്തിട്ട് ഒരു ഷാർപ്നെസ് കൂടിയ ഫീൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ 100 സ്ലൈഡർ 0 കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്ലൈഡർ കൺട്രോൾ പോയിൻറ്റിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഏത് കൺട്രോൾ പോയിൻ്റ് ആണെങ്കിലും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് 0 അതേപോലെ ക്ലാരിറ്റിയിലാണ് അതിനടുത്തത്. ക്ലാരിറ്റി ഞാൻ 100%ലേക്ക് കൊണ്ടുവന്നു, -100% കൊണ്ടുവന്നു. ഇത് രണ്ടിൻ്റെയും മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നത് നോക്കിയാൽ മതി. ഡീഹേസ് +100 കൊണ്ടുവന്നു, -100 കൊണ്ടുവന്നു. ഇതിൽ ടെക്സ്ചർ നമ്മുടെ ഫോട്ടോയുടെ കോൺട്രാസ്റ്റിൻ്റെ ഹൈ ഫ്രീക്വൻസിയാണ് ബാധിക്കുക. അതേപോലെ ക്ലാരിറ്റി മിഡ് ഫ്രീക്വൻസി കോൺട്രാസ്റ്റിനെയും ഡീഹേസ് ലോ ഫ്രീക്വൻസി കോൺട്രാസ്റ്റിനെയാണ് ബാധിക്കുക. ഇവിടെ നമുക്ക് സ്കിൻ സ്മൂത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ ടെക്സ്ചർ കുറച്ചൊന്ന് മൈനസ് കൊണ്ടുവന്നാൽ മതി. അത് ഹൈ ഫ്രീക്വൻസി കോൺട്രാസ്റ്റിനെ ഡൗൺ ചെയ്യും. അപ്പോൾ ഏകദേശം മുഖത്തുള്ള ഷാർപ്നെസ്, അതായത് ഓവറായിട്ട് പൊങ്ങിക്കിടക്കുന്ന ടെക്സ്ചറുകളൊക്കെ ഒന്ന് സോഫ്റ്റിലേക്ക് കൊണ്ടുവരും. അതേപോലെ ക്ലാരിറ്റി മിഡ് ഫ്രീക്വൻസിയാണ്. കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ ആ ടെക്സ്ചറിങ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതേസമയം എന്ത് ചെയ്യും, മുകളിലത്തെ ഹൈ ഫ്രീക്വൻസി കുറച്ചതുകൊണ്ട് ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതേപോലെ ലോ ഫ്രീക്വൻസി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഓരോ പടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് വാല്യൂസിലൊന്നും നോക്കണ്ട. വാല്യൂസ് നമ്മൾ ഓരോ പടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ചെയ്യാവുന്നതാണ്. ഇനി അത്ര ഷാർപ്പ് അല്ലാത്ത പടങ്ങളാണെങ്കിൽ നമുക്ക് ടെക്സ്ചർ കുറച്ച് പ്ലസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പടത്തിന് ഷാർപ്നെസ് കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊണ്ടുവരാനും സഹായിക്കും. നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ആഫ്റ്റർ ബിഫോർ കാണണം എന്നുണ്ടെങ്കിൽ വലത്ത് ഭാഗത്തൊരു ഐക്കൺ കാണാം. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, വിട്ടേക്കുക. ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ കാണാം, റിലീസ് ചെയ്താൽ ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ ബേസിക് പാനൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി തൊട്ടടുത്തത് കർവ് പാനലാണ്. നേരത്തെ പ്രിഫറൻസസിൽ നമ്മൾ നോക്കിയ പോലെ സിംഗിളിലാണ് ഇപ്പോൾ ഉള്ളത്, സിംഗിൾ വ്യൂവിലാണുള്ളത്. അതുകൊണ്ട് കർവ് പാനൽ ഓപ്പൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബേസിക് പാനൽ ക്ലോസ് ആവും. ഇതിൽ ഫസ്റ്റ് പാരാമെട്രിക് കർവും സെക്കൻഡ് പോയിൻ്റ് കർവും പിന്നെ ഉള്ളത് റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ, ബ്ലൂ ചാനൽ, ഇങ്ങനെ 3 വ്യത്യസ്ത ചാനലുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വലത്ത് ഭാഗത്ത് ഒരു ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ കൂടിയുണ്ട്. അത് ലാസ്റ്റ് പറയാം. നമുക്ക് ഇവിടെയും നേരത്തെ ബേസിക് പാനലിൽ ചെയ്ത പോലെ തന്നെ ഹൈലൈറ്റിനെയും ലൈറ്റ്സിനെയും ഡാർക്സിനെയും ഷാഡോസിനെയും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രീം ഹൈലൈറ്റിനെയാണ് അത് ബാധിക്കുന്നത്. സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ- കൺട്രോൾ+ ഉപയോഗിക്കാം. അടുത്തത് പോയിൻ്റ് കർവ്സ് ആണ്. ഇതുപോലെ നമുക്ക് പോയിൻ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് കർവ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. അടുത്തത് റെഡ് ചാനൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റെഡ് ചാനൽസ് വെച്ചിട്ടും നമുക്ക് കളർ കറക്ഷൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് റിലീസ് ചെയ്താൽ പോയിൻ്റ് ഒഴിവായിക്കോളും. അതേപോലെ ഗ്രീൻ ചാനൽ
ബ്ലൂ ചാനൽ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കർവ് പാനലിൽ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ഉണ്ട്. ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ പി ക്ലിക്ക് ചെയ്താൽ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ വരും. നമ്മളിതിൽ ഏത് സെക്ഷനിലാണോ ആക്റ്റീവായിട്ടുള്ളത് അതിൻ്റെ കൺട്രോളാണ് നമുക്ക് ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മൂലം ചെയ്യാൻ കഴിയുക. ഞാനിപ്പോൾ ബ്ലൂ ചാനലിലാണുള്ളത്. ക്ലിക്ക് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ ബ്ലൂ ചാനലിലെ റൈറ്റിലേക്ക് ബ്ലൂ, ലെഫ്റ്റിലേക്ക് യെല്ലോ, കർവിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാറ്റം വരുന്നതെന്ന്. ഇനി ഞാൻ ഗ്രീൻ ചാനൽ വന്നു. അതേപോലെ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ റെഡ് ചാനൽ വന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ കർവിൽ വന്നു. പാരാമെട്രിക്കിൽ വന്നു. നമ്മൾ എവിടെയാണോ കൾസർ മൂവ് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ, കോളർ ഡിസ്പ്ലേ അവിടെ കാണാൻ പറ്റും. ഡാർക്കിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഡാർക്ക്സ് എന്ന് കാണുന്നുണ്ട്. അത് നമ്മൾ ലൈറ്റ്സിലേക്ക് വരുന്നതനുസരിച്ച് ലൈറ്റ്സ് എന്നുള്ളത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ലൈറ്റ്സിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ലൂമിനൻസിനാണ് ഇപ്പോൾ ബാധിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് പാരാമെട്രിക് കർവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കർവിൽ ചെയ്ത എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് റീസെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീസെറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇതേപോലെ എല്ലാ പാനലിൻ്റെയും മുകളിൽ വന്നിട്ടുണ്ടാവും ഈ റീസെറ്റ് ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. ഓരോ പാനലുകളും ഇതേപോലെ സെപ്പറേറ്റ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡീറ്റെയിൽ പാനലാണ്. ഡീറ്റെയിൽ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണാം. ഷാർപ്പനിങ്, നോയ്സ് റിഡക്ഷൻ, കളർ നോയ്സ് റിഡക്ഷൻ. ഇത് റോ ഫയൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഷാർപ്പനിങ് ഒരു വാല്യൂ അവിടെ കിടക്കുന്നുണ്ടാവും. അതേപോലെ കളർ നോയ്സ് റിഡക്ഷന് ഒരു വാല്യൂ അവിടെ ഉണ്ടാവും. ഇതിൽ ഷാർപ്പനിങ് പാനൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 അഡ്ജസ്റ്റ്മെൻറ്റ് സ്ലൈഡർ കൂടി നമുക്ക് കാണാൻ പറ്റും. റേഡിയസ്, ഡീറ്റെയിൽ, മാസ്കിങ്. അതേപോലെ നോയ്സ് റിഡക്ഷനും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം 2 സെക്ഷൻ കൂടി എക്സ്ട്രാ അതിലുണ്ട്. അതേപോലെ കളർ നോയ്സ് റിഡക്ഷനും ഇതേപോലെ 2 സെക്ഷൻ എക്സ്ട്രാ ഉണ്ട്. ഡീറ്റെയിൽ, സ്മൂത്ത്നെസ്സും പറഞ്ഞിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഇതിപ്പോൾ റോ ഫയൽ ആയതുകൊണ്ടാണ് ഷാർപ്പനിങ്ങിൽ ഇത്രയും വാല്യൂസിൽ ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നത്. അതേസമയം JPEG ഫയൽ ആണെങ്കിൽ ഈ ഷാർപ്പനിങ് 0-ലായിരിക്കും. ഇത് ഒരു JPG ഫയലാണ്. ഇവിടെ ഷാർപ്പ്നെസ്സും നോയ്സ് റിഡക്ഷനും കളർ നോയ്സ് റിഡക്ഷനും എല്ലാം 0-ലാണ്. അടുത്ത റോ ഫയൽ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് റോ ഫയൽ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഇവിടെ ഷാർപ്പനിങ് 40 ഉണ്ട്, റേഡിയസ് 1.0 ഉണ്ട്, ഡീറ്റെയിൽ 25 ഉണ്ട്. അതേപോലെ കളർ നോയ്സ് റിഡക്ഷൻ 25-ൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഡീറ്റെയിലും സ്മൂത്ത്നെസ്സും 50-ലാണ്. ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ഓട്ടോ കറക്ഷൻ കൊടുക്കുകയാണ്. ഓട്ടോ വൈറ്റ് ബാലൻസും കൊടുത്തു. ജസ്റ്റ് ഓട്ടോ കറക്ഷനും ഓട്ടോ വൈറ്റ് ബാലൻസും മാത്രം കൊടുത്തിട്ട് ഡീറ്റെയിൽ പാനൽ ഓപ്പൺ ചെയ്യും. നമ്മൾ ഈ ഒരു പടത്തിന് 100% സൂമിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ ഒരുപാട് നോയ്സ് ഉണ്ട്. അത്രത്തോളം ഒരു ഷാർപ്പ്നെസ്സും ഈ പടത്തിനില്ല. നമുക്ക് ഈ ഒരു പടത്തിന് കുറച്ച് ഷാർപ്പനിങ് കൊടുത്തു നോക്കാം. നമ്മളൊരു പടത്തിന് ഷാർപ്പ്നെസ് കൊടുക്കുമ്പോൾ ക്യാമറ റോയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം താഴെയുള്ള മാസ്കിംഗ് ആണ്. മാസ്കിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ക്യാമറ റോയിൽ ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മാസ്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് മാസ്കിംഗ് നീക്കിയാൽ നിങ്ങൾക്കൊരു മാറ്റവും പ്രത്യക്ഷത്തിൽ കാണില്ല. എങ്ങനെയാണ് മാസ്കിംഗ് ഉപയോഗിക്കുക എന്ന് നോക്കാം. കീബോർഡിൽ ആൾട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ സ്ലൈഡർ വലത്ത് ഭാഗത്തേക്ക് നീക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഈ വൈറ്റ് കാണുന്ന ഏരിയയിൽ മാത്രമേ നമ്മുടെ ഷാർപ്പനിങ് അപ്ലൈ ആവത്തുള്ളൂ. ശ്രദ്ധിക്കുക, വൈറ്റ് കാണുന്ന ഏരിയയിൽ മാത്രമേ ഷാർപ്പനിങ് അപ്ലൈ ആവുള്ളൂ. അപ്പം നോർമലി ഇത്ര മൈനസിലേക്ക് കൊണ്ടുവരുന്ന, അതായത് 0-ലേക്ക് വരുന്നതിനനുസരിച്ച് ഹോൾ ഇമേജിൽ ഇപ്പോൾ ഷാർപ്പ്നെസ് അപ്ലൈ ആവും. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് ആ ഉറുമ്പിൻ്റെ ഏകദേശം ആ ഉറുമ്പിന് മാത്രമായിട്ടാണ് ഇപ്പോൾ എഡ്ജസിന് മാത്രമായിട്ട്, അത് ആ ഒരു മരത്തിൻ്റെ ആ എഡ്ജും ഉറുമ്പും മാത്രമേ ഇപ്പോൾ സെലക്ഷനിലുള്ളൂ. അതിന് മാത്രമേ ഇപ്പോൾ ഷാർപ്പ്നെസ് അപ്ലൈ ആവത്തുള്ളൂ. മരത്തിന് ടെക്സ്ചർ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പുറകോട്ട് കൊണ്ടുവരാം. ഈ ടെക്സ്ചറിങ് അത്ര ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം ആ ഒരു ഉറുമ്പും ആ മരത്തിൻ്റെ എഡ്ജസുമാണ് സെലക്ഷനിലുള്ളത്. ഇനി നോക്കാം. ഈ ഷാർപ്പ്നെസ് ഞാൻ 100% ഷാർപ്പ്നെസ് കൂട്ടുകയാണ്. ഈ ഷാർപ്പ്നെസ് കൂട്ടുമ്പോൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ
കാണാൻ പറ്റും എത്രത്തോളം ഷാർപ്പ്നെസ് വരുന്നുണ്ട്. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഷാർപ്പ്നെസ് കൂടുന്നതനുസരിച്ച് നോയ്സും കൂടും. ഇനി അതേപോലെ താഴെ റേഡിയസും ഇതേപോലെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര റേഡിയസിലാണ് അത് അപ്ലൈ ആകുന്നതെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. റേഡിയസിൻ്റെ തൊട്ട് താഴെയുള്ള ഡീറ്റെയിൽ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഡീറ്റെയിൽ കൂടുന്നുണ്ട്, പക്ഷേ നമ്മളെ പിക്ചറിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എഡ്ജസും ഒക്കെ മിസ്സാകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓൾട്ട് ക്ലിക്ക് ചെയ്യുകയാണ്, അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. കാരണം നോയ്സ് വല്ലാതെ കയറുന്നുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും കൊടുക്കാറ് ഡീറ്റെയിൽ വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ, 2-3 വരെയൊക്കെ കൊടുക്കാറുള്ളൂ. എന്നിട്ട് റേഡിയസും ഷാർപ്പ്നെസ്സും മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിക്ചറിനെ വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ അതിന് യോജിച്ച രീതിയിൽ റേഡിയസും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം താഴെ നോയ്സ് റിഡക്ഷനിൽ വരിക. ഇതേപോലെ നമുക്ക് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നോയ്സ് റിഡക്ഷൻ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ജസ്റ്റ് നോക്കിയിട്ട് നോയ്സ് റിഡക്ഷൻ കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഡീറ്റെയിൽ ഉണ്ട്, ഡീറ്റെയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഡീറ്റെയിൽ കുറച്ച് കയറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിക്ചർ വല്ലാതെ സോഫ്റ്റായിട്ട് ഔട്ട് ഫീൽ വരും. അതേപോലെ കോൺട്രാസ്റ്റ്, ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കോൺട്രാസ്റ്റ് കറക്റ്റ് റേഷ്യോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ മോൾഡിങ് നഷ്ടപ്പെടാതിരിക്കുള്ളൂ. നമ്മളെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഷാഡോ ഏരിയയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിന് അപ്ലൈ ആകുന്നുണ്ടെന്നുള്ളത്. അടുത്തത് കളർ നോയ്സ് റിഡക്ഷൻ ആണ്. കളർ നോയ്സ് റിഡക്ഷൻ ശരിക്ക് ഷാഡോയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഷാഡോ ഏരിയയിൽ മൊത്തത്തിൽ ഇപ്പോൾ കളർ നോയ്സ് ഉണ്ട്. കളർ നോയ്സ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം കളർ നോയ്സ് ഫുള്ളായി ഞാൻ 100ലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു 92 കിടക്കുകയാണ്. അതേപോലെ അതിൽ ഡീറ്റെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡീറ്റെയിൽ കുറയ്ക്കുന്നതനുസരിച്ച് സോഫ്റ്റ് ആവും. അതേപോലെ സ്മൂത്ത്നെസ്സും ആവശ്യത്തിന് കൊടുക്കുക. ഇതാണിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. നമ്മുടെ പടത്തിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡീറ്റെയിൽ പാനലിൽ നടത്തുക. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ പാനലിലുള്ളത്. ഇനി അടുത്തത് കളർ മിക്സർ പാനലാണ്. നമ്മൾ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് ഇത് മൂന്നുമാണ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. നേരത്തെ കർവ് പാനലിൽ കണ്ടതുപോലെ തന്നെ ഒരു ടാർഗറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ നമുക്ക് ഇവിടെയും കിട്ടും. നേരത്തെ കർവിൽ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ T ആണ് നമ്മുടെ ഷോർട്ട് കട്ട് കീയെങ്കിൽ ഇവിടെ അതായത് ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസിനും വേറെ ഷോർട്ട് കട്ട്സ് ആണ് വരിക. ഹ്യൂ വരുമ്പോൾ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ H, സാച്ചുറേഷൻ വരുമ്പോൾ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ S, ലൂമിനൻസ് വരുമ്പോൾ ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ L. അങ്ങനെയാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് വരിക. കൺട്രോൾ പ്ലസ് ചെയ്തു, സൂം ചെയ്തു. ഞാൻ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അവിടുത്തെ കളറിൻ്റെ ലൂമിനൻസ് നമുക്ക് അവിടെ ഒരു ഗ്രാഫ് പോലെ കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി അടുത്തത് ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ S ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ S ക്ലിക്ക് ചെയ്തു. അപ്പോൾ സാച്ചുറേഷനിൽ വന്നിട്ടുണ്ട്. നമ്മൾ പുറകിലെ ഗ്രീൻ കളർ ക്ലിക്ക് ചെയ്തു, കുറച്ച് സാച്ചുറേഷൻ കൂട്ടി. അതേപോലെ ബ്ലൂ ഒരു പോയിൻ്റ് കുറച്ചിട്ടുണ്ട്. നമ്മൾ താഴെ കുറച്ച് കളർ കൂട്ടി, യെല്ലോയും. ഇനി അടുത്തത് ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ H ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹ്യൂവിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുറകിലെ ഗ്രീനിൻ്റെ ഹ്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ കളറിലേക്കാണ് നമുക്ക് ഷിഫ്റ്റ് ആവുക എന്നുള്ളത്. ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പാനൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റിൽ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിലും സെയിം സംഭവങ്ങൾ തന്നെയാണ് കിട്ടുക, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കിവിടെ ഓരോ കളറിൻ്റെയും ഹ്യൂവും, സാച്ചുറേഷൻ, ലൂമിനൻസും ഒരേ സമയം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡിൻ്റെ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ്. അതേപോലെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൻ്റെ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ്. മൊബൈൽ ലൈറ്റ് റൂമിലൊക്കെ ഇതേ പാറ്റേണിലാണ് നമുക്ക് കാണാൻ കഴിയുക. വ്യത്യാസങ്ങളൊന്നുമില്ല. ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് തന്നെയാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഈസിനെസ് ഏതാണോ നമുക്ക് യൂസ് ചെയ്യാൻ ഈസി നമുക്കത് ചെയ്യാം. ഇവിടെ വരുമ്പോൾ ഹ്യൂവിൽ എല്ലാ കളറിൻ്റെയും ഹ്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ സാച്ചുറേഷനിൽ ഇങ്ങനെ ഓരോ കളറിൻ്റെയും ഹ്യൂ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ കളറിൽ വരുമ്പോൾ ഓരോ കളറിൻ്റെ ഹ്യൂവും, സാച്ചുറേഷൻ, ലൂമിനൻസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കളറിൻ്റെ ഹ്യൂവും, സാച്ചുറേഷൻ, ലൂമിനൻസും അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത്
കളർ ഗ്രേഡിംഗ് പാനലാണ്. ഇത് നമ്മുടെ പഴയ സ്പ്ലിറ്റ് ടോണിംഗ് മാറി കളർ വീൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വന്നതാണ്. ഇതിൽ മിഡ് ടോൺസ്, ഷാഡോസ്, ഹൈലൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് കളർ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഷാഡോസ്, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ് ഇത് മൂന്നും നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഷാഡോസ് ക്ലിക്ക് ചെയ്തു. ഷാഡോസിൻ്റെ കളർ വീലാണ് ഈ കാണുന്നത്. നമുക്ക് ഈ കളർ വീലിലെ ഈ പോയിൻ്റ് വെച്ചിട്ട് ഏത് ടോണിലേക്ക് വേണമെങ്കിലും മൗസ് ഉപയോഗിച്ച് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ താഴെ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ലൂമിനൻസ് നമ്മൾ താഴെയുള്ള സ്ലൈഡർ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യണം. അതേപോലെ ഈ കളർ ഇതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷനാണ്. ഹ്യൂവിൽ മാറ്റി വെച്ചിരിക്കുന്ന കളർ എത്രത്തോളം ബ്ലെൻഡ് ആവണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ കളറുകൾ തമ്മിലുള്ള ബാലൻസ്, നോർമൽ കളർ നമ്മൾ ബ്ലെൻഡ് ചെയ്ത നമ്മൾ കൊടുത്തിരിക്കുന്ന കളറും തമ്മിൽ എത്രത്തോളം ബാലൻസ് ചെയ്യണം എന്നുള്ളതും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ മിഡ് ടോൺസ് ഉണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്, ഒക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലും അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓരോന്നിൻ്റെയും റിസൾട്ട് നമുക്ക് ഇവിടുന്ന് ഹൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്താൽ ഹൈലൈറ്റ് മാത്രമാണ് ഇവിടെ ഹൈഡ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ മിഡ് ടോണിനും സെപ്പറേറ്റ് നമുക്ക് ഇവിടുന്ന് ഹൈഡ് ചെയ്ത് നോക്കാം എന്താണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഷാഡോസിൻ്റെത് ഇതേപോലെ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കാം. മൊത്തം കളർ ഗ്രേഡിംഗ് പാനലിൽ എന്താണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയത് അത് ആഫ്റ്റർ ബിഫോർ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് കളർ ഗ്രേഡിങ്ങും കൊടുക്കാം. അടുത്തത് ഒപ്റ്റിക്സ് പാനലാണ്. ഒപ്റ്റിക്സ് പാനലിൽ നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ പ്രൊഫൈൽ കറക്ഷനാണ്. ഇതിൽ റിമൂവ് ക്രോമാറ്റിക് അബ്രേഷൻ കാണാം, അത് ടിക്ക് ചെയ്തിടുക. അതേപോലെ യൂസ് പ്രൊഫൈൽ കറക്ഷൻസ് ഉണ്ട്, അതും ടിക്ക് ചെയ്തിടുക. ഡിഫോൾട്ടായിട്ട് ടിക്ക് ചെയ്തിട്ടല്ല എന്നെങ്കിൽ നമ്മളത് ടിക്ക് ചെയ്തിടുക. നമ്മളെ സെറ്റപ്പ് ഇവിടെ നമ്മൾ ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാവുക. സെറ്റിങ്സിൽ നമ്മൾ ലെൻസുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് ഓട്ടോയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് ഏത് കമ്പനിയാണോ മേക്ക് ചെയ്തത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ മോഡൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ അതിനുള്ള മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ട് താഴെ അതിൻ്റെ പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കലി വരും. ഇത് മാനുവലി വന്നിട്ടില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, JPG ഇമേജുകൾക്ക് ലെൻസ് കറക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ടിക്ക് ചെയ്തിടാൻ മറക്കരുത്. റിമൂവ് ക്രോമാറ്റിക് അബ്രേഷനും യൂസ് പ്രൊഫൈൽ കറക്ഷൻസ് ഇത് രണ്ടും ടിക്ക് ചെയ്തിട്ടാൽ മാത്രമേ ക്യാമറയിലെ ലെൻസ് കറക്ഷൻ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇനി ഈ അപ്ലൈ ചെയ്തതിന് ശേഷവും എന്തെങ്കിലും ഡിസ്റ്റോർഷൻസോ കാര്യങ്ങളോ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ ഇതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്റ്റോർഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക. അതേപോലെ വിഗ്നറ്റിങ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബ്രൈറ്റൻ ചെയ്യണമെങ്കിൽ, എഡ്ജസ് ബ്രൈറ്റൻ ചെയ്യണമെങ്കിൽ നമുക്കത് ഇവിടുന്ന് ചെയ്യുകയും ചെയ്യാം. പിന്നെ തൊട്ട് താഴെ ഡീഫ്രിഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡീഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ഏരിയ ഒക്കെ പുറകിൽ നല്ലാതെ ഹൈലൈറ്റ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒക്കെ എഡ്ജിലൂടെ ഒരു പർപ്പിൾ കളറോ ഗ്രീൻ കളറോ ഉണ്ടാവും. നോർമലി പർപ്പിൾ ഫ്രിഞ്ചിങ് എന്നാണ് നോർമലി നമ്മൾ പറയുന്നത്. ഇത് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം ഫ്രിഞ്ചിങ് ഇല്ല, എന്നാലും കുറച്ച് ഒരു കളറ് നമുക്കിവിടെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എഡ്ജിലൂടെ ചെറുതായിട്ടൊരു പർപ്പിൾ കളറ് എഡ്ജിൽ നമുക്ക് കാണുന്നുണ്ട്. അത് ജസ്റ്റ് പർപ്പിൾ എമൗണ്ട് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ന്യൂട്രലിലേക്ക് കൊണ്ടുവരാം. കളർ സാച്ചുറേഷൻ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പം പോയിട്ടുണ്ട്. ആ എഡ്ജിലൂടെയുള്ള ആ പർപ്പിൾ കളർ ഇപ്പം പോയിട്ടുണ്ട്. ചിലതിൽ അത് ഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രീൻ എമൗണ്ട് വെച്ചിട്ട് അത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പാനൽ ജിയോമെട്രിയാണ്. ജിയോമെട്രി നമ്മൾ ചരിവും കാര്യങ്ങളൊക്കെ ഉള്ള എടുത്ത ഇമേജിനെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാനൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു പടം എടുക്കാം. ഇതൊരു JPG ഇമേജാണ്, റോ ഫയൽ അല്ല. ഇവിടെ ജിയോമെട്രിയുടെ തൊട്ട് താഴെ അപ്രൈറ്റ് എന്ന് കാണാം. ആദ്യത്തേത് ഓഫാണ്, തൊട്ടടുത്തത് ഓട്ടോ ആണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് കറക്ഷൻസ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. അടുത്തത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെവൽ ചെയ്യാനുള്ളത്, അടുത്തത് വെർട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെവൽ ചെയ്യാനുള്ളത്, ഇത് ഹൊറിസോണ്ടൽ ലെവലും വെർട്ടിക്കൽ ലെവലും കൂടി കറക്ഷൻ ചെയ്യാനുള്ളത്. ലാസ്റ്റ് വണ്ണ് നമുക്ക് നമ്മുടെ ഇമേജിൽ മാനുവലായിട്ട് നമുക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് എങ്ങനെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ചെയ്യാന്നുള്ളത്. ഇതിൽ നമ്മൾ ആദ്യത്തേൽ ഓട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം പിക്ചർ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജസ് ഒക്കെ ഒന്ന് ഒഴിവായിട്ട് ഏകദേശം ഒരു നേരെയുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിക്ചർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാണ് അടുത്ത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മളത്
ഹൊറിസോണ്ടൽ ലെവലാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് ഏകദേശം നമ്മളെ ആദ്യത്തെ ഓട്ടോ അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. തൊട്ടടുത്തത് വെർട്ടിക്കൽ. നമ്മൾ വെർട്ടിക്കൽ ചെയ്തപ്പം വെർട്ടിക്കലി ഉള്ള പൊസിഷനിലുള്ള കാര്യങ്ങളാണ് നേരെയായിട്ട് നിന്നത്. അത് ഈ പടത്തിൽ നമുക്ക് കറക്റ്റ് അല്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ പടത്തിലും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് നോക്കേണ്ടത്. ഇത് ഞാൻ ഡിസേബിൾ ചെയ്തു. തൊട്ടടുത്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. അതും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടില്ല. ഇനി തൊട്ടടുത്തുള്ളത് മാനുവലി നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു ഹൊറിസോണ്ടൽ പിക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ലൈൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ അടിയിലുള്ള ആ ഒരു പോർഷൻ വെച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്തു. അതേപോലെ മുകളിലുള്ള ഈ ലെവലിങ് വെച്ചിട്ട് ഞാൻ 2 പോയിൻ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഭാഗം മുകളിലും താഴെയും കുറച്ച് ഭാഗങ്ങളിൽ മിസ്സിങ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ മതിയെങ്കിൽ സ്കെയിൽ ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. എൻ്റർ ചെയ്താൽ ആ ലെവലിൽ വരും. പിന്നെ നമുക്ക് മാനുവലി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെർട്ടിക്കലി ട്രാൻസ്ഫോർമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ അതുപോലെ റൊട്ടേറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാനുവലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എഫക്ട്സ് ആണ്. ഈ പിക്ചറിൽ തന്നെ നോക്കാം. എഫക്ട്സിൽ 2 കാര്യങ്ങളാണുള്ളത്, ഗ്രെയിനും വിഗ്നെറ്റിങ്ങും. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പടത്തിലേക്ക് കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിത് കൂട്ടിക്കൊടുത്താൽ മതി. നിങ്ങൾക്ക് പടത്തിൽ കാണാം ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്. ഞാൻ 100% ഗ്രെയിൻസ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് 100% ഇട്ടത്. ഇനി അതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ ചെറുത് ആക്കാം. 0 സൈസ് മുതൽ 100 വരെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഗ്രെയിൻസ് കൊടുക്കുക. അതിൻ്റെ റഫ്നെസ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഈ ഗ്രെയിൻസ് എന്തിനാണെന്ന്. നമ്മൾ ഗ്രെയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കരുത്, പിന്നെ എന്തിനാ ഗ്രെയിൻസ് എന്ന് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില എഫക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഗ്രെയിൻസ് ആവശ്യമുണ്ടാവും. ഒരു 10 പോയിൻ്റ് വീതം റഫ്നെസ്സും സൈസും കുറച്ചിട്ട് ഗ്രെയിൻസ് കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പടത്തിന് ഒരു ഷാർപ്നെസ് ഫീൽ ചെയ്യും. ആവശ്യമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. വിഗ്നെറ്റിങ് നമുക്ക് പടത്തിന് നമുക്കൊരു വിഗ്നെറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിഗ്നെറ്റിങ് ഡൗൺ ചെയ്യുക. ഇനി അപ്പ് ചെയ്താൽ ബ്രൈറ്റ് ലെവലിൽ വരും, വൈറ്റായിട്ട്. അതേപോലെ ലെഫ്റ്റിലേക്ക് മൈനസ് കൊടുത്താൽ ഡാർക്ക് വരും. നമ്മളിവിടെ വിഗ്നെറ്റിങ് മൈനസോ പ്ലസോ പോയിൻ്റ് ആഡ് ചെയ്താൽ മാത്രമേ താഴത്തുള്ള സ്ലൈഡേഴ്സൊക്കെ ആക്റ്റീവ് ആവുകയുള്ളൂ. നമുക്കതിന് ശേഷം മിഡ് പോയിൻറ്റും റൗണ്ട്നെസ്സും ഫെദറും ഒക്കെ കൺട്രോൾ ചെയ്യാം. ഫെദർ ഫുൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ റൗണ്ട്നെസ് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ. മിഡ് പോയിൻറ്റും കുറച്ച് നമുക്ക് ഷേപ്പ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫെദർ മുഴുവനായിട്ട് കുറച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എത്രത്തോളം ലെങ്ത്തിൽ എത്രത്തോളം വിഡ്ത്തിലൊക്കെയാണ് അത് വേണ്ടതെന്ന് നോക്കിയിട്ട് മിഡ് പോയിൻറ്റും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫെദർ കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം കൂട്ടിക്കൊടുത്താൽ മതി. അതേപോലെ വിഗ്നെറ്റിൽ 3 പ്രയോറിറ്റി നമുക്ക് ചെയ്യാം. ഹൈലൈറ്റ് പ്രയോറിറ്റി, കളർ പ്രയോറിറ്റി, പെയിൻറ് ഓവർലേ. ഹൈലൈറ്റ് പ്രയോറിറ്റിയിലും കളർ പ്രയോറിറ്റിയിലും നമുക്ക് ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഡ്ജസിൽ, അതായത് എക്സ്ട്രീം എഡ്ജസിൽ നമ്മളിപ്പം വിഗ്നെറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ഏരിയ ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതും എന്താവും, ബ്ലാക്ക് ലെവലിലേക്ക് വരും. നമുക്ക് ആ ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് അവിടെ ഹൈലൈറ്റ് പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈലൈറ്റ് കൂട്ടിക്കൊടുക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ബ്ലെൻഡ് ഇഫ് ചെയ്യുന്ന സെയിം മെത്തേഡ്. അതായത് അത് പെയിൻറ് ഓവർലേയിൽ ആ ഹൈലൈറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആ സ്ലൈഡർ ഓഫ് ആയിരിക്കും. അടുത്തത് കാലിബ്രേഷൻ പാനലാണ്. ഇതിൽ നമുക്ക് റെഡ് പ്രൈമറി, ഗ്രീൻ പ്രൈമറി, ബ്ലൂ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് 3 കളറിൻ്റെയും 3 പ്രൈമറി കളേഴ്സിൻ്റെയും ഹ്യൂവും സാച്ചുറേഷനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ഈ 3 കളറുകളുടെയും ഷാഡോ ടിൻറ്റും നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ആ ഇമേജിലെ ടോട്ടൽ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്ലൂ നമുക്ക് കളേഴ്സ് കുറയ്ക്കാൻ കഴിയും. അതിൻ്റെ ആ ബ്ലൂ കളറിൻ്റെ ഹ്യൂ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഗ്രീൻ പ്രൈമറി അതേപോലെ തന്നെ ഗ്രീനും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ റെഡും നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഷാഡോസിൽ ഉണ്ടാകുന്ന കളറിൻ്റെ
ടിൻറ്റ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പടങ്ങൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാനലാണ് കാലിബ്രേഷൻ പാനൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റ് പാനലിൽ ഉള്ളത്. ഇനി നമുക്ക് ടൂൾസ് സെക്ഷനിലേക്ക് പോകാം. പ്രോ ഫിൽറ്ററിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് ടൂൾസിൽ വരുന്നത്. എഡിറ്റ് മെനു ആണ് നമ്മളിപ്പം കണ്ടത്. രണ്ടാമത് വരുന്നതാണ് ക്രോപ്പ് ടൂൾ. ക്രോപ്പ് ടൂൾ നോർമലി നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആംഗിളാണ്, ആംഗിൾ റൊട്ടേഷൻ ആംഗിൾ ഏത് ആംഗിളിൽ വേണമെങ്കിലും ആയിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ടൂളിൽ ഒരു സ്ട്രെയിറ്റൻ ടൂൾ കൂടിയുണ്ട്. ആണ് സ്ട്രെയിറ്റൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് കീ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇമേജിൽ നമുക്ക് എവിടെയാണോ സ്ട്രെയിറ്റൻ ചെയ്യേണ്ടത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് എൻഡ് പോയിൻറ്റ് സ്റ്റാർട്ട് പോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിക്ചർ സ്ട്രെയിറ്റ് ആവും. അതേപോലെ റൊട്ടേറ്റ്, ഫ്ലിപ്പ്, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ്, വെർട്ടിക്കൽ ഫ്ലിപ്പ് രണ്ടും ഇവിടെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്രോപ്പ് ടൂളിലുള്ളത്. തൊട്ടടുത്തത് സ്പോട്ട് റിമൂവൽ ടൂളാണ്. സ്പോട്ട് റിമൂവൽ ടൂളിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഹീലിങ്ങും ഒന്ന് ക്ലോണിങ്ങും. നമ്മളിതിൽ ഹീലിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രഷ് സൈസ് നമ്മുടെ ഫോട്ടോഷോപ്പിലെ സെയിം ഷോർട്ട് കട്ട്സ് തന്നെയാണ് ഇതിലും വരുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസും ഓപ്പണും. അതുപോലെ ഫെദർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എത്ര വേണമെന്നുള്ളത്. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതൊന്ന് സൂം ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്ത് നോക്കാം. നമുക്ക് ഈ എൻഡ് പോയിൻ്റ് എവിടെ നിന്നാണോ നമ്മളെ ടാർഗറ്റ് പോയിൻ്റ് എടുക്കേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കാൻ പറ്റും. ഈ വന്നിട്ടുള്ള പോയിൻ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓവർലേ ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ഒരു വിഷ്വലൈസ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് ബോക്സ് കൂടിയുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മാസ്ക് ചെയ്ത പോലെയുള്ള ഒരു പിക്ചർ നമുക്കിവിടെ അവൈലബിൾ ആവും. അതിൽ നിന്ന് ജസ്റ്റ് ഈ സ്ലൈഡർ ഒന്ന് നീക്കി നോക്കിയാൽ സ്പോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് വരും. അത് 100% കറക്റ്റ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. നമുക്കൊരു റെഫറൻസിന് വേണ്ടി നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിലെ സ്പോട്ട് ഹീലിംഗ് പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഹീലിംഗ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഹീലിംഗ് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ടൂളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ്. ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മളൊരു പടം എടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട സ്ഥലത്ത് എക്സ്പോഷർ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷിൽ നമുക്ക് ലഭ്യമാവുക. എക്സ്പോഷർ മുതൽ നമ്മൾ നേരത്തെ കണ്ട ബേസിക് പാനലിലുള്ള എല്ലാ കൺട്രോളുകളും നമുക്കിവിടെ ലഭ്യമാണ്, ഡീഹേസ് വരെ. പിന്നെ സാച്ചുറേഷൻ ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഷാർപ്നെസ്, നോയ്സ് റിഡക്ഷൻ, മോയ് റിഡക്ഷൻ, ഡീഫ്രിഞ്ചിങ് ഇത്രയും കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അതേപോലെ ബ്രഷ് ചെയ്യുന്ന ഏരിയയിലെ ഹ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ബ്രഷിൻ്റെ സെറ്റിങ്സ് ഇവിടെ മുകളിലാണ്. സൈസ്, ഫെദർ, ഫ്ലോ, ഡെൻസിറ്റി. അതിൻ്റെ തൊട്ട് താഴെ ഓട്ടോ മാസ്ക് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഓവർലേ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ഉണ്ട്. അതേപോലെ മാസ്ക് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. മാസ്ക് ഓപ്ഷൻസ് കളർ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. മാസ്കിൻ്റെ കളർ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, കളർ പിക്കർ വരും. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഗ്രീനാണ് സെലക്ട് ചെയ്തിട്ടത്. ഇതിൽ ഓട്ടോ മാസ്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സ്പോട്ടിലെ കളറിനെ ആണ് അത് മാസ്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള മറ്റ് കളറുകളിലേക്ക് അത് പോവില്ല. അതിനാണ് ഓട്ടോ മാസ്ക് ഉപയോഗിക്കുന്നത്. ഓവർലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ബ്രഷ് നമ്മൾ എടുക്കുമ്പോഴും ഓരോ ബ്രഷിനും ഓരോ ഹാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ബ്രഷ് ഹാൻഡിൽ എവിടെയാണെന്ന് നമുക്ക് വ്യക്തമായി കാണണമെങ്കിൽ ഓവർലേ ഓണാക്കിയിടണം. അതേപോലെ മാസ്ക് ക്ലിക്ക് ഓണാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് അവിടെ ആ മാസ്കും വിസിബിൾ ആയിരിക്കും. എക്സ്പോഷർ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇത്ര ഏരിയയിലാണെങ്കിൽ നമുക്ക് വേണ്ട ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ബ്രഷ് പ്ലേ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ബ്രഷ് ചെയ്ത് നോക്കാം. ഇത്ര ഏരിയയാണ്. കുറച്ച് ബ്രഷ് പുറത്തേക്ക് നമ്മൾ ബ്രഷ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇറേസ് ടൂൾ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇറേസ് ചെയ്താൽ മതി. നമ്മളിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ആയിരിക്കുമ്പോൾ നമുക്ക് ഇറേസ് ടൂളിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഓൾട്ട് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇറേസ് ചെയ്തതിന് ശേഷം ഓൾട്ട് റിലീസ് ചെയ്താൽ മതി. അതേപോലെ മാസ്കും ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാസ്ക് നമുക്ക്
വിസിബിൾ അല്ല. ഇതിൽ നമുക്കൊന്ന് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഷാഡോയും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൂടി കുറച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഏരിയയിൽ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് അടുത്ത ഒരു ബ്രഷ് കൂടി എടുക്കുകയാണ്. ഈ ഒരു ബ്രഷിൽ നമുക്ക് ഡെൻസിറ്റി കുറച്ചിട്ടുണ്ട്. ഫ്ലോയും അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ സെലക്റ്റീവ് എഡിറ്റ്സ് ഞാനൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായി ഒന്ന് എക്സ്പോഷർ കൂട്ടി ഷാഡോയും കൂട്ടി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രഷിൻ്റെ സെറ്റിങ്സ് ആണിപ്പോൾ. അതിനുശേഷം ഞാനിവിടെ ഒന്ന് ബ്രഷ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ബ്രഷും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കാം. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇതിൽ കൊടുത്ത ഇത്രയും കാര്യങ്ങളിൽ ടെക്സ്ചറും ക്ലാരിറ്റിയും ഡീഹേസും പിന്നെ ഹ്യൂ സാച്ചുറേഷൻ ലെവലും ഷാർപ്നെസ് നോയ്സ് റിഡക്ഷൻ മോയ് റിഡക്ഷൻ ഡീപ്പ് റിഞ്ചിങ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഞാനൊരു പുതിയ ബ്രഷ് എടുക്കുകയാണ്. ന്യൂ നന്നായിട്ട് കുറച്ച് എക്സ്പോഷർ കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് ഹൈലൈറ്റ്സും കൂടി ഈ സൈഡിൽ എക്സ്ട്രാ കൊടുക്കുകയാണ്. വൺ സൈഡ് മാത്രം കുറച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ റേഞ്ച് മാസ്കിൽ വരിക, ലൂമിനൻസിൽ വരിക. എന്നതിന് ശേഷം ഇവിടെ ലൂമിനൻസ് റേഞ്ച് ഉണ്ട്, ഇവിടെ ഷാഡോ ആണ്, ഇവിടെ ഹൈലൈറ്റ് ആണ്. ഹൈലൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് കുറച്ച് കൊണ്ടുവരാം. അതേപോലെ അതിന് സ്മൂത്ത്നെസ് ഫെദറിങ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. തിരിച്ചും ഇതേപോലെ ഹൈലൈറ്റ് ഏരിയയിലേക്ക് മാത്രം മതിയെങ്കിൽ നമുക്കിവിടെ ഷാഡോ കട്ട് ചെയ്തിട്ട് ഹൈലൈറ്റ് ഏരിയയിലേക്ക് ആക്കി മാത്രം കൊടുക്കാവുന്നതാണ്. രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കൺട്രോൾ ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷിൽ ഉള്ളത്. ഇവിടെ നമുക്ക് ആഫ്റ്റർ ബിഫോറിന് ഇവിടെയുള്ള ഐ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ബ്രഷിൽ ഞാൻ ബ്രഷ് കൂടി പുതിയതെടുത്ത് കാണിച്ചു തരാം. എക്സ്പോഷർ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സാമ്പിളിന് കാണിച്ചു തരാണ്. ഞാനിപ്പോൾ ബ്രഷിൻ്റെ സൈസ് ഈ സൈസിലാണുള്ളത്. ഇവിടെ വലത്ത് ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് റീസെറ്റ് ബ്രഷ് സെറ്റിങ്സ് ഉണ്ട്, സെപ്പറേറ്റ് ഇറേസർ സൈസ് ഉണ്ട്. ഈ സെപ്പറേറ്റ് ഇറേസർ സൈസ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് ഇട്ടതാണെങ്കിൽ നമ്മൾ ബ്രഷ് ടൂൾ എടുത്തു, നമ്മൾ ഇറേസർ ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രഷിൻ്റെ സൈസ് അതിൽ കാണിക്കും. അതായത് ഇറേസറിനും ബ്രഷിനും സെപ്പറേറ്റ് ബ്രഷ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. ഏതാണോ ഇറേസറിന് തൊട്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ച് വെച്ചത് അത് ഇറേസറിനും, ബ്രഷിന് എന്താണോ നമ്മൾ ഉപയോഗിച്ചത് അത് ബ്രഷ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ പല സമയത്തും അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നമ്മൾ പെട്ടെന്ന് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രഷിൻ്റെ സൈസ് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചു. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു വർക്ക് ചെയ്തു, പിന്നെ ഓൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയും നോക്കുമ്പോൾ അത് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ബ്രഷ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സൈസ് തന്നെ ഇറേസറിനും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ കണ്ട ഈ 3 ഡോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെപ്പറേറ്റ് ഇറേസർ സൈസ് എന്നുള്ള ടിക്ക് ജസ്റ്റ് ഒഴിവാക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബ്രഷിനും ഒരേ സൈസ് കിട്ടും, ഇറേസറിനും ഒരേ സൈസ് കിട്ടും. എൻ്റർ ചെയ്യാണ്. നമ്മൾ തിരിച്ച് ആദ്യത്തെ പാനലിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, നമ്മളിവിടെ ഓരോ പാനലിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ടൂളുകളുടെയൊക്കെ നേരെ ഒരു വൈറ്റ് ഡോട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ഏതൊക്കെ ടൂളുകളാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ ടൂളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ
ഈ വൈറ്റ് ഡോട്ട്. ഈ 2 ടൂളുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വൈറ്റ് ഡോട്ട് വന്ന് കിടക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷിൻ്റെ തൊട്ട് താഴെ ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു ടൂളാണുള്ളത്. ജസ്റ്റ് G ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ ടൂളിലേക്ക് വരും. നേരത്തെ നമ്മൾ കണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇവിടെയും ലഭ്യമാണ്. ഒരു കാര്യം ഒഴിച്ച് ബ്രഷ് സെറ്റിങ്സ് നമുക്കിവിടെ അവൈലബിൾ അല്ല. ഞാൻ മാസ്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഏരിയ കാണാനാണ്. നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ മാസ്ക് ഓപ്ഷൻ ജസ്റ്റ് ഓഫ് ആക്കുകയാണ്. ഇവിടെ ഒരു ഗ്രീൻ പോയിൻറ്റും താഴെ ഒരു റെഡ് പോയിൻറ്റും ആണുള്ളത്. ഈ ഗ്രീൻ പോയിൻറ്റിൽ 100% ഒപ്പാസിറ്റിയും റെഡ് പോയിൻറ്റിൽ 0% ഒപ്പാസിറ്റിയുമാണ് വരിക. ഞാനിവിടെ കുറച്ച് എക്സ്പോഷർ കുറയ്ക്കുകയാണ്. ഇവിടെ വീണ്ടും ഹൈലൈറ്റ് കുറച്ചു, ഷാഡോസ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ നോക്കുക, മുഖത്തേക്കും കൂടി എഫക്റ്റ് ആവുന്നുണ്ട്. പിക്ചറിൻ്റെ ഇമേജിൻ്റെ മുഖത്തേക്കും കൂടി എഫക്റ്റ് ആവുന്നുണ്ട്. കാരണം ഈ ഹാൻഡിൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവിടെ വരെ പോകും നമുക്ക്. പക്ഷേ ആ ബ്രൈറ്റ് ഏരിയയിൽ മൊത്തം നമുക്ക് ആ ഒരു എഫക്റ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് ഈ ഒരു സ്കൈയിൽ കുറച്ച് ബ്ലൂ കളർ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ. ആ ജസ്റ്റ് അതിൻ്റെ വലത്ത് ഭാഗത്തുള്ള ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട കളറൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്ലൂ കളറ് സെലക്ട് ചെയ്തു. അതിൻ്റെ സാച്ചുറേഷൻ നോക്കിയിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ഏരിയയിലാണ് ബ്ലൂ കളറ് കയറേണ്ടത്. ഹൈലൈറ്റ് ഏരിയയിൽ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇത്ര താഴെ വരെ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ഫേസിലും ഡ്രസ്സിലും എല്ലാം ആ ബ്ലൂ കളറ് കയറിയിട്ടുണ്ട്. അതിന് നമുക്ക് മറ്റൊരു വഴിയുണ്ട്. നേരത്തെ പറഞ്ഞ റേഞ്ച് മാസ്കിൽ വരിക. റേഞ്ച് മാസ്കിൽ വന്നിട്ട് ലൂമിനൻസ് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം സ്മൂത്ത്നെസ് കൂട്ടി നമുക്കിപ്പോൾ ഹൈലൈറ്റിൽ മാത്രം അപ്ലൈ ആയാൽ മതി, ഒരിക്കലും ഷാഡോയിൽ വേണ്ട. അപ്പം നമ്മൾ ഷാഡോ ലെവൽ കട്ട് ചെയ്യണം. ഷാഡോ ലെവൽ ഫുൾ കട്ട് ചെയ്യേണ്ട, ഏകദേശം നോക്കിയിട്ട് നമ്മൾ ആ ഫേസ് നോക്കി അത് മാറുന്ന രീതിയിലുള്ള ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷം റിലീസ് ചെയ്തത്. ഇപ്പോൾ ആ മുഖത്തുനിന്ന് അത് ഏകദേശം പോയിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഫേസിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാസ്ക് ഓപ്ഷൻ ഒന്നുകൂടി ഓൺ ആക്കുക. ഗ്രാജുവേറ്റർ ഫിൽറ്ററിൻ്റെ തൊട്ടടുത്ത് ബ്രഷ് ടൂളും ഇറേസർ ടൂളും അവൈലബിൾ ആണ്. ജസ്റ്റ് ഇറേസർ ക്ലിക്ക് ചെയ്യുക, ഫെദർ കൊടുക്കുക, ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുക, സൈസും അഡ്ജസ്റ്റ് ചെയ്യുക. ഇമേജിൽ ജസ്റ്റ് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളിൽ ഇറേസ് ചെയ്ത് കളയാം. മാസ്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പം കയ്യിൽ കുറച്ച് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഫേസിലേക്ക് അത് ബാധിച്ചിട്ടുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്ത് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ തൊട്ടടുത്ത് ഒരു റേഡിയൽ ഫിൽറ്റർ കൂടിയുണ്ട്. അതും ഇതേപോലെ തന്നെയുള്ള എല്ലാ സെറ്റിങ്സുകളുള്ളതാണ്. നേരത്തെ ഗ്രേഡിയൻറ്റ് ഫിൽറ്റർ ആയിരുന്നു. റേഡിയൽ ഫിൽറ്ററിൽ നമുക്കതൊരു റൗണ്ട് ആയിട്ടാണ് കിട്ടുക. റേഡിയൽ ആയിട്ടാണ് നമുക്ക് ഇത്രയും ചെയ്യാൻ എഫക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയൽ ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ട് പോയിൻ്റ്. ഞാൻ അതിൽ ഫെദർ നമുക്ക് ഇവിടെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ കൊടുക്കാം. മാസ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എത്ര ഏരിയയിൽ ഉണ്ടെന്ന് കാണാം. ഇതേപോലെ തന്നെ വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എക്സ്പോഷർ വേണമെങ്കിൽ കൂട്ടാം, ഹൈലൈറ്റ് വേണമെങ്കിൽ കൂട്ടാം, എന്തും അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്താം. സെയിം സംഭവം നേരത്തെ കണ്ട സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. റൊട്ടേറ്റ് ചെയ്യാം. റേഡിയൽ ഫിൽറ്റർ ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്, അപ്ലൈ ആയിട്ടുണ്ട്. തൊട്ടടുത്തത് റെഡ് ഐ റിഡക്ഷനാണ്. ഷിഫ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമുക്ക് ഇതിൽ റെഡ് ഐ ഒന്നും ഇല്ല. റെഡ് ഐ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ജസ്റ്റ് റെഡ് ഐ കൊണ്ട് എടുത്തിട്ട് ആ ഏരിയയിൽ എവിടെയാണോ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതിൻ്റെ പ്യൂപ്പിൾ സൈസും ഡാർക്കിൻ്റെ സൈസും ഒക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സ്നാപ്ഷോട്ട്സ് ആണ്. സ്നാപ്ഷോട്ട്സിൽ നമുക്ക് ഓരോ സമയത്തും ചെയ്യുന്ന പടങ്ങളുടെ സ്നാപ്ഷോട്ടുകൾ നമുക്കിവിടെ എടുത്തു വെക്കാവുന്നതാണ്. ഷിഫ്റ്റ് കൺട്രോൾ എസ് ആണ് സ്നാപ്ഷോട്ടിൻ്റെ ഷോർട്ട് കട്ട്. ഷിഫ്റ്റ് കൺട്രോൾ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് സ്നാപ്ഷോട്ട് എന്നൊരു ഡയലോഗ് ബോക്സ് വരും. അവിടെ നെയിം കൊടുത്തിടുക. ഇത് നമ്മൾ എപ്പോഴാണോ ചെയ്തത് ആ ടൈമിങ്ങും ആ ഡേറ്റും ആണ് അവിടെ വരിക. അങ്ങനെ ബ്ലൂ കളറിലേക്ക് മൊത്തം മാറ്റി ഇങ്ങനെയൊരു
സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു. അത് ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ എസ് ക്ലിക്ക് ചെയ്തു, ഒരു സ്നാപ്ഷോട്ട് കൂടി ആഡ് ചെയ്തു. നമ്മളിവിടെ വന്ന് സ്നാപ്ഷോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ സ്നാപ്ഷോട്ട്സിൽ ജസ്റ്റ് മുകളിൽ മൗസ് ഓവർ കൊണ്ടുവന്നാൽ അത് കാണാം. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്ന് തോന്നിയാൽ ഓരോ സ്നാപ്ഷോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് പ്രീസെറ്റാണ്. പ്രീസെറ്റിൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് പി ആണ്. അപ്പോൾ പ്രീസെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ക്യാമറയുടെ കൂടെ വരുന്ന കുറച്ച് പ്രീസെറ്റുകൾ അതിലുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് പ്രീസെറ്റുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അഡോബിയുടെ കുറച്ച് പ്രീമിയം പ്രീസെറ്റുകൾ നമ്മുടെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. സിനിമാറ്റിക്, ഫ്യൂച്ചറിസ്റ്റിക്, വിൻറ്റേജ്, ട്രാവൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രീസെറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ കൊടുക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ എല്ലാം നമുക്ക് പ്രീസെറ്റായിട്ട് സേവ് ചെയ്ത് മാറ്റി വെക്കാം. മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രീസെറ്റാണ്, ഈ പേരിൽ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഞാൻ അപ്ലൈ ചെയ്തു. ഇതിലിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് പാനലിൽ പോയിട്ട് നേരത്തെ ബേസിക് പാനലുകളിൽ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും, നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഫക്റ്റിന് നമുക്ക് എങ്ങനെ പ്രീസെറ്റായിട്ട് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ പ്രീസെറ്റിൻ്റെ തൊട്ട് താഴെ ഒരു 3 ഡോട്ട് കാണാം. മോർ ഇമേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് സെറ്റിങ്സ് ഡയലോഗ് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ ടിക്കായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും സെറ്റിങ്സുകളാണ് നമ്മൾ ആ ഫോട്ടോയിൽ വരുത്തിയിട്ടുള്ളത്. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും, സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ക്യാമറ റോയുടെ സെറ്റിങ്സ് ഫോൾഡറിലേക്കാണ് ഈ സെറ്റിങ്സ് നമ്മൾ സേവ് ആവുന്നത്. അപ്പോൾ നമ്മളതിനൊരു പേര് കൊടുക്കുകയാണ്. ഞാനതിന് ACR ട്യൂട്ടോറിയൽ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഞാനത് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ പടത്തിനൊന്ന് റീസെറ്റ് ചെയ്യാണ്. ഈ പിക്ചറിനെ ഞാൻ റീസെറ്റ് ഡീഫോൾട്ട് കൊടുത്തു. ഈ പിക്ചറിലേക്ക് നമ്മളിപ്പോൾ ചെയ്തു വെച്ച പ്രീസെറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മൾ ചെയ്തു വെച്ച പ്രീസെറ്റുകൾ യൂസർ പ്രീസെറ്റിൽ ACR ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ മൗസ് ഓവർ വരുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് അവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മളിപ്പോൾ നേരത്തെ സേവ് ചെയ്ത പ്രീസെറ്റ്. ഈ പ്രീസെറ്റ് നമുക്ക് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിവിടെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റാർ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ മതി. പ്രീസെറ്റ് ഫേവറേറ്റ്സിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയും. ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ച ഒരു പ്രീസെറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലോഡ് ചെയ്യാവാം. അങ്ങനെ ലോഡ് ചെയ്യണമെങ്കിൽ നേരത്തെ വന്ന ഇതേ ഓപ്ഷനിൽ ഇമേജ് സെറ്റിങ്സിൽ വന്നിട്ട് ലോഡ് സെറ്റിങ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട എഫക്റ്റ് ഏതാണോ അത് ബ്രൗസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പ്രീസെറ്റുകളിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ACR ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഒരു പ്രീസെറ്റ് നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡറാക്കി വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ACR ട്യൂട്ടോറിയൽ ഇപ്പോൾ ചെയ്തു വെച്ച ഈ പ്രീസെറ്റ് നമുക്കൊരു ഫോൾഡറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് പ്രീസെറ്റ് കൊടുക്കുക. മൂവ് പ്രീസെറ്റ് കൊടുത്താൽ ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ അതിൽ യൂസർ പ്രീസെറ്റാണ് ഗ്രൂപ്പ് കാണിക്കുക. നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനു നോക്കിയാൽ അതിൽ ന്യൂ ഗ്രൂപ്പ് കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനൊരു പേര് കൊടുക്കുക. ഞാൻ ACR പ്രീസെറ്റ് എന്ന് കൊടുത്തു, ജസ്റ്റ് ഓക്കെ കൊടുത്തു, ഒന്നുകൂടി ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ACR പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാകും. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ACR ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രീസെറ്റും ഉണ്ട്. ഇനി അതേപോലെ നമ്മളിപ്പോൾ ഈ പ്രീസെറ്റിന് നേരത്തെ ചെയ്ത പോലെ ഇപ്പോൾ സിമ്പിളായിട്ട് വെറുതെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഞാൻ ഈ പ്രീസെറ്റിനെ സേവ് ചെയ്യാൻ പോവാണ്. സേവ് സെറ്റിങ്സ് കൊടുത്തു. ഇതേപോലെ ഡിഫോൾട്ട് വന്നു, സേവ് കൊടുത്തു. പിന്നെ ഒരു പേര് കൊടുത്തു, ACR മോഡിഫൈഡ് എന്ന് കൊടുത്തു, സേവ് കൊടുത്തു. അപ്പോൾ യൂസർ പ്രീസെറ്റിൽ ACR മോഡിഫൈഡ് വന്നിട്ടുണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് പ്രീസെറ്റ് കൊടുത്തു. യൂസർ പ്രീസെറ്റിൽ നിന്ന് നമ്മൾ ACR പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ACR പ്രീസെറ്റ് ഫോൾഡറിലേക്ക് മോഡിഫൈഡും വന്നു, തൊട്ട് താഴെയുള്ളതും. ഇങ്ങനെ നമുക്ക് ഫോൾഡർ വൈസ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോൾഡർ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് പ്രീസെറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആയിട്ടുണ്ട്. ACR പ്രീസെറ്റ് എന്ന് പറഞ്ഞ് ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രീസെറ്റുകളിലുള്ളത്. ഇതിന് ശേഷം ഇനിയുള്ളത് താഴെ 4 ടൂളുകൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് സൂം ടൂളാണ്. സൂം ടൂൾ നമുക്ക്
സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. തൊട്ട് താഴെ ഹാൻഡ് ടൂൾ ഉണ്ട്. എച്ച് ആണ് ഹാൻഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. ഹാൻഡ് ടൂൾ നമുക്ക് പാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ തൊട്ടടുത്തുള്ളത് സാമ്പിളർ ഓവർലേ ടൂളാണ്. ഓരോ ഏരിയയിലുള്ള കളറിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കളർ സാമ്പിളാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ മുകളിൽ കിട്ടും. RGB ലെവൽ എത്രയാണ്, റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂസ് നമുക്കിവിടെ കിട്ടും. അതേപോലെ നമുക്ക് തൊട്ടടുത്ത ഒരു പോയിൻ്റ് കൂടി മാർക്ക് ചെയ്തിടാം. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ അതും നമുക്കിവിടെ കിട്ടും. നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് കളർ സാമ്പിളർ. കളർ സാമ്പിളർ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എസ് ആണ്. എസ് ക്ലിക്ക് ചെയ്താൽ കളർ സാമ്പിളർ ടൂൾ അവൈലബിൾ ആവും. കളർ സാമ്പിളർ ടൂളിൻ്റെ തൊട്ട് താഴെയാണ് ഗ്രിഡ് ഓവർലേ ടൂൾ ഉള്ളത്. ഷിഫ്റ്റ് G ആണ് ഷോർട്ട് കട്ട്. നമുക്ക് ഗ്രിഡിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ കൺട്രോൾ ചെയ്യാം. അതേപോലെ ഗ്രിഡിൻ്റെ സൈസും നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ 2 ബട്ടൺ കൂടിയുണ്ട്. ഇതിൽ ആദ്യത്തെ ബട്ടൺ നമ്മൾ എഡിറ്റ് ചെയ്ത വർക്കുകളുടെ ആഫ്റ്റർ ബിഫോർ ആയിട്ട് സൈക്കിൾ ചെയ്ത് കാണാനുള്ള ബട്ടണാണ്. തൊട്ടപ്പുറത്തും ഡീഫോൾട്ടും നമ്മൾ ലാസ്റ്റ് ചെയ്ത ഔട്ട്പുട്ടിൻ്റെ ആഫ്റ്റർ ബിഫോർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റോ ഫിൽറ്ററിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ ഒരു ടൂൾ കൂടിയുണ്ട് ക്യാമറ റോ ഫിൽറ്ററിൽ. അതാണ് ഹിസ്റ്റോഗ്രാം. എല്ലാ സോഫ്റ്റ്വെയറുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹിസ്റ്റോഗ്രാം. നമ്മുടെ ഫോട്ടോയുടെ ഇൻഫർമേഷൻസ് കാണിച്ചു തരുന്ന ഒരു ഡയഗ്രമാണ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. നമുക്ക് എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റോഗ്രാമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ക്യാമറ റോയിലെ ഹിസ്റ്റോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്പോഷർ സെക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മൗസ് പോയിൻ്റർ ഹിസ്റ്റോഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കാണാം സെൻറ്റർ പോയിൻറ്റിൽ നമ്മളെ പടത്തിൻ്റെ എക്സിഫ് ഡീറ്റെയിൽ ഉള്ള സ്ഥലത്ത് എക്സ്പോഷർ 0 എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് വലത്ത് ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഹൈലൈറ്റ്സ് 0 എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി വലത്ത് ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ വൈറ്റ്സ് 0 എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇടതുവശത്തേക്ക് എക്സ്പോഷർ സെൻറ്ററിൽ നിന്ന് ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഷാഡോസ് എന്ന് കാണിക്കുന്നുണ്ട്, ബ്ലാക്ക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ മുകളിൽ ഒരു ഹൈലൈറ്റ് ക്ലിപ്പിംഗ് വാണിംഗ് ഒരു ബട്ടൺ ഉണ്ട്. ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഷാഡോ ക്ലിപ്പിംഗ് വാണിംഗ് ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഷാഡോയുടെ ക്ലിപ്പിംഗ് വാണിംഗ് ഷോർട്ട് കട്ട് യുയും ഹൈലൈറ്റിൻ്റെ ക്ലിപ്പിംഗ് വാണിങ്ങിൻ്റെ ഷോർട്ട് കട്ട് ഒയും ആണ്. രണ്ടും നമുക്ക് ഓണാക്കി വെക്കാം. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഹൈലൈറ്റ് ക്ലിപ്പിംഗ് ആവുന്നത് അവിടെയും വാണിംഗ് വരും. എവിടെയാണോ ഷാഡോ ക്ലിപ്പിംഗ് ആവുന്നത് അവിടെയും വാണിംഗ് വരും. ഷാഡോ ക്ലിപ്പിംഗ് ആവുന്ന സ്ഥലത്ത് ബ്ലൂവും ഹൈലൈറ്റ് ക്ലിപ്പിംഗ് ആവുന്ന സ്ഥലത്ത് റെഡുമാണ് കാണിക്കുക. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു റെഫറൻസിന് വേണമെങ്കിൽ ഓണാക്കിയിടാം. ഞാൻ തൽക്കാലം രണ്ടും ഓഫാക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഹിസ്റ്റോഗ്രാമിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാമിൽ സെൻറ്റർ പോർഷൻ, അതായത് സെൻറ്റർ പോർഷൻ ഞാൻ മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സെലക്ഷൻ പോലെ ഒരു ചെറിയ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഒരു ചെറിയ സെലക്ഷൻ പോലെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു വലത്തെ ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യാണ്. വലത്തെ ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹിസ്റ്റോഗ്രാമിൻ്റെ ഡയഗ്രാംസ് ഒക്കെ മാറുന്നുണ്ട്. അതേപോലെ ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മളെ ബേസിക് പാനലിലെ എക്സ്പോഷറിൻ്റെ സ്ലൈഡർ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ വലത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ പിക്ചറിൽ എക്സ്പോഷർ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പിക്ചർ നോക്കിയാൽ മതി, അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ തൊട്ടടുത്ത ഭാഗം ഹൈലൈറ്റ്സ്, അതായത് എക്സ്പോഷർ വാല്യൂവിൻ്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക് വലത്ത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഹൈലൈറ്റ്സിൻ്റെ ഏരിയയിലേക്ക് നീക്കുമ്പോൾ അടുത്ത സെലക്ഷൻ ആയിട്ടുണ്ട്. അത് ഹൈലൈറ്റ്സിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, ഹൈലൈറ്റ്സ് നമുക്ക് കുറയ്ക്കുകയാണ്. ഹൈലൈറ്റ്സ് ജസ്റ്റ് കുറച്ചു. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്ത് നെക്സ്റ്റ് എൻഡ് ഹൈലൈറ്റിൻ്റെ ഏരിയ, അവിടെ വൈറ്റ്സ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, വൈറ്റ്സ് ഒന്ന് ഡൗൺ ചെയ്യുന്നു. വൈറ്റ്സ് ലെഫ്റ്റിലേക്ക് ഒന്ന് ഡൗൺ ചെയ്തു. ഓക്കെ, എക്സ്പോഷർ നമ്മൾ ചേഞ്ച് ചെയ്ത വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. തൊട്ടടുത്തത് ഷാഡോയിലാണ്. ഷാഡോ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഒന്ന് അപ്പ് ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിക്ചറിൽ നോക്കുക. തൊട്ട ഇങ്ങേ അറ്റത്ത് ഇടത്ത് വശത്ത് ഷാഡോ ഏരിയയിൽ ബ്ലാക്സിലാണ് ഇപ്പോൾ ഉള്ളത്. ബ്ലാക്സ് ഇപ്പോൾ ബ്ലാക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു,
ബ്ലാക്സ് ഏരിയ നമുക്ക് അപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് അപ്പ് ചെയ്യാം. അത് ഇതേപോലെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ബേസിക് കൺട്രോൾ പാനലിൽ ബ്ലാക്സിൻ്റെ സ്ലൈഡർ നീങ്ങുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പോഷർ വാല്യൂസ് ഈ ഹിസ്റ്റോഗ്രാം വഴി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ സ്ലൈഡർ നീക്കി ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഹിസ്റ്റോഗ്രാം വഴി തന്നെ എക്സ്പോഷർ വാല്യൂസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ക്യാമറ റോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും, പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.